നമസ്കാരം. മമത കടുപ്പിച്ചതോടെ ഒടുവിൽ മത്സരിക്കാൻ തീരുമാനിച്ച് നിലമ്പൂർ മുൻ MLA PV അൻവർ. നാളെ അൻവർ നാമനിർദ്ദേശ പത്രിക നൽകും. മത്സരിക്കാൻ തൃണമൂൽ ദേശീയ നേതൃത്വം കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് തീരുമാനം. പാർട്ടി ചിഹ്നവും TMC അനുവദിച്ചു. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് അൻവറിന് താല്പര്യം. എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. മത്സരിക്കാനായി നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബാധ്യതരഹിത സർട്ടിഫിക്കറ്റ് വാങ്ങി. മുൻ MLA വീണ്ടും മത്സരിക്കാൻ സമർപ്പിക്കേണ്ട രേഖയാണിത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. പണവുമായി ചിലർ എത്തുന്നുണ്ട്. അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ശനിയാഴ്ച രാവിലെ മത്സരിക്കാൻ പണമില്ലെന്നും UDF-ലേക്ക് ഇല്ലെന്നും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അൻവർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ശേഷി തനിക്കില്ലെന്നായിരുന്നു PV അൻവർ ഇന്നലെ പ്രഖ്യാപിച്ചത്. തൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്നും അൻവർ തുറന്ന് സമ്മതിച്ചു. കോടികൾ ഉണ്ടായിരുന്ന തൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല. 3 തവണ ഡ്രസ്സ് മാറിയ എനിക്ക് ഇന്ന് 2 ഷർട്ട് തേച്ചെടുക്കാനുള്ള 60 രൂപ പോലും കയ്യിലില്ല. മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്നുമായിരുന്നു അൻവർ ചോദിച്ചത്. കയ്യിലുള്ള കാശെല്ലാം തീർന്നു. എല്ലാവരും ചേർന്ന് എന്നെ മുക്കിക്കൊന്നു. ഇനി ഞാൻ UDF-ലേക്കില്ല. മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ല എന്ന് പച്ച മലയാളത്തിൽ PV അൻവർ തൻ്റെ അവസ്ഥ വിശദീകരിച്ചിരുന്നു. എല്ലാം വളരെ വികാരാധീനോടെയായിരുന്നു അൻവർ വിശദീകരിച്ചത്. താൻ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നുവെന്നായിരുന്നു അൻവർ പറഞ്ഞത്. UDF ഘടകകക്ഷിയാകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വെച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ഇന്നലെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർത്തിയത്. സതീശനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തുവിടുമെന്നും അൻവർ പറഞ്ഞു. പിണറായിക്കെതിരായ തൻ്റെ പോരാട്ടം തുടരും. താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ പറഞ്ഞു. എന്നാൽ നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ നേതൃത്വം അൻവറിന് മേൽ സമ്മർദ്ദം ചുമത്തുകയായിരുന്നു. താൻ നിരായുധനാണെന്ന് ഇന്നലെ തുറന്നു പറഞ്ഞ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറല്ല. മത്സരിക്കാൻ വേണ്ട കോടികൾ കയ്യിലില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് തൃണമൂലിനടക്കം പ്രകോപിപ്പിച്ചു. മത്സരിക്കാൻ പണം ഒരു പ്രശ്നമല്ലെന്ന് തൃണമൂൽ അൻവറിന് സന്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി. ഇതിന് പണി കൊടുക്കാൻ നിലമ്പൂരിൽ മത്സരിക്കണമെന്ന നിലപാടായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നത്. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അൻവറിന് തൃണമൂലിൽ സ്ഥാനമുണ്ടാകില്ലെന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. നിലമ്പൂരിൽ നിലവിലെ അവസ്ഥയിൽ ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും തമ്മിലുള്ള തുറന്ന പോരാട്ടമാണ് നടക്കുക. അൻവറിന് CPM-നെ തോൽപ്പിക്കലാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് പിണറായി വിജയനുമായി ഏറെ അടുപ്പമുള്ള സ്വരാജ് മത്സരിക്കുമ്പോൾ അൻവറിന് അനുകൂലമായ നിലപാടാണ് ലീഗിനുള്ളതെങ്കിലും കോൺഗ്രസിന്റെ സീറ്റ് എന്ന നിലയിൽ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നില്ല. K. സുധാകരൻ ഉൾപ്പെടെ ഏതാനും നേതാക്കൾ അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അൻവർ ആവശ്യപ്പെടുന്നത് പോലെ ആര്യാടൻ ഷൗക്കത്തിനെ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും ഇല്ലെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. നാമനിർദ്ദേശ പത്രികയും കൊടുത്തു. നിലമ്പൂരിൽ മത്സരിച്ചേ മതിയാകൂ എന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അൻവറിന് നിർദ്ദേശം നൽകിയായിരുന്നു. എന്നാൽ അൻവർ ഈ നിർദ്ദേശം തള്ളുകയായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അൻവറിന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന സൂചനകളും എത്തി. കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് അൻവർ മത്സരിക്കാത്തതെന്ന വാദവും തൃണമൂലിനെ ഞെട്ടിച്ചു. ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ശേഷിക്കുറവുണ്ടെന്ന വാദം തൃണമൂലിനെ ശരിക്കും ചൊടിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് അൻവറിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതും. അൻവറിനെ കൂടെ നിർത്തണമെന്ന് പല നേതാക്കളും പറയുന്നുണ്ടെങ്കിലും മുന്നണി എന്ന നിലയിൽ UDF അതിന് തയ്യാറാകുന്നില്ല. തന്നെ അംഗീകരിക്കാതെ UDF-നെ പിന്തുണയ്ക്കില്ലെന്ന വാശിയിലാണ് അൻവറും.